ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് റവ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി കടായി നല്ലതും ചൂടായി വരട്ടെ. കടായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓയിലൊക്കെ ഒരുമാതിരി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഒരു ടീസ്പൂൺ ഉഴുന്ന്. കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഉഴുന്നൊന്ന് പൊട്ടി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചേഞ്ചായി വരണം. ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തുവടപ്പരിപ്പാണ്. തുവടപ്പരിപ്പൊക്കെ മക്കൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു പിടി തുവടപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വറ്റൽമുളകാണ്. ഇനി ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ വലിയുള്ളി, ഒരു പച്ചമുളക് ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഉപ്പുമാവ്ക്ക് ഉപ്പ് ഏറിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിലൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് പാലാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും കൂടിയാണ് ചേർക്കുന്നത്. അങ്ങനെ മൊത്തം 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഉപ്പുമാവിന് 1 കപ്പ് റവയ്ക്ക് ഞാൻ ചെയ്യുന്നത്. ഇനി ഫ്ലെയിമൊക്കെ നല്ലതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വറുത്ത റവയാണ് കേട്ടോ. ഏത് റവ എടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും, അടിയിലും പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കും വേണം. റവ പെട്ടെന്ന് തന്നെ കുക്കായി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മിക്സായൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടോ ഇതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ലെവൽ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ മൂടി വെക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മൂടി വെക്കാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മൾ റവയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ളത് എന്താ വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. താങ്ക് യു.